ബോൺ വോയേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മധുരയിലാണ്. മധുരയിൽ മീനാക്ഷി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം മധുരയിലെ തിരക്ക് കണ്ടോ? ഞാൻ നിന്ന ഹോട്ടൽ റൂമിൻ്റെ, അതായത് TTDCയുടെ ഹോട്ടൽ റൂമായിരുന്നു എനിക്ക് തന്നത്. അത് ആശിഷ് സാറ് അവരുടെ റൂം ബുക്ക് ചെയ്തപ്പോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്ന് അങ്ങനെ അത് വെറുതെ കളയണമല്ലോ വിചാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് സുഖമില്ലാണ്ടാവുന്നതും എന്തായാലും എവിടെയെങ്കിലും റൂം എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് സാറിനോട് പറയുന്നത്. അങ്ങനെ പുതിയൊരു ദിവസം, പുതിയൊരു സ്ഥലം. നമുക്കെന്തായാലും അമ്പലത്തിലോട്ടേക്ക് പോവാം. ഇവിടെ നിന്ന് 1 കിലോമീറ്ററിൻ്റെ അടുത്തോളം വരുന്നുണ്ട്. നമുക്കെന്തായാലും മെല്ലെ നടന്ന് നോക്കാം. ഞാനിപ്പോൾ അങ്ങനെ മധുരയിലെ കട്ടപ്പാളയം സ്ട്രീറ്റിലാണുള്ളത്. ഇതുവഴി പല സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്ന് പോയി പല പല കാഴ്ചകളും രാവിലത്തെ മധുരയുടെ തിരക്കും ആൾക്കാരുടെ ഓട്ടവും എല്ലാം കണ്ടുകൊണ്ട് നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. മധുരയിലെ മീനാക്ഷി ടെമ്പിളിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. ആ ഗോപുരത കാണുന്നുണ്ട്. മധുരയിലെ മീനാക്ഷി ക്ഷേത്രം അഥവാ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം. ചരിത്രപ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ 33,000-ഓളം ശില്പങ്ങളുള്ളതായി കണക്കാക്കുന്നു. 1623-നും 55-നും ഇടയിൽ നിർമ്മിച്ചെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം മധുരയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞാൻ നേരെ പോയത് മധുരൈ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. രാത്രി വരാനുള്ള തീവണ്ടിയും കാത്ത് സ്റ്റേഷൻ വരാന്തയിൽ സുഖമില്ലാതെ കിടന്നുറങ്ങിയ ഞാൻ പിന്നീട് ചെന്നൈയിലേക്കുള്ള വണ്ടിയിൽ കയറുകയായിരുന്നു. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലാണ്. ഇന്നലെ മധുരയിൽ നിന്നും ആശിഷ് സാറിനെയും ഷർമിള മാമിനെയും പിരിഞ്ഞതിന് ശേഷം വേറെ വീഡിയോസ് ഒന്നും ചെയ്തില്ല. എനിക്ക് സുഖമില്ലാതായി. ഞാനങ്ങനെ വേഗം എന്താ ചെയ്തത്, റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് നല്ല റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയുള്ള വണ്ടിക്ക് ഞാൻ നേരെ ചെന്നൈക്ക് കയറി. അങ്ങനെ ട്രെയിൻ എടുത്തിട്ടാണ് വന്നത്. സുഖമില്ലാത്തത് കൊണ്ട് സൗണ്ടെല്ലാം മാറിയിട്ടുണ്ട്, തൊണ്ടവേനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെന്നൈയിൽ ഇങ്ങനെ കുറച്ച് ചുറ്റിക്കറങ്ങി. എന്നിട്ട് ഇന്ന് രാത്രി നേരെ നാട്ടിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ നെക്ലേസ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പം പറഞ്ഞതുപോലെ ആ ഒരു നെക്ലേസ് ഷേപ്പിലുള്ള ആ ഒരു ട്രിപ്പ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പം വളരെ ഹാപ്പിയാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ. ചെന്നൈ എത്തി. ഇത് ലാസ്റ്റ് എപ്പിസോഡായിരിക്കും. അപ്പം ബൈ ബൈ. ഞാനിപ്പോൾ ട്രെയിൻ ഇറങ്ങി ഫ്രഷായി, കുളിച്ച് ഫ്രഷായി ഓൾ സെറ്റായിട്ട് ബാഗെല്ലാം ഇവിടുത്തെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് എഗ്മോർ മെട്രോ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിപ്പം എഗ്മോർ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാനുള്ളൊരു പാത്തേയിൽ കൂടെ നമുക്ക് എഗ്മോർ മെട്രോ എത്താനുള്ള സൗകര്യമുണ്ട്. നമുക്കെന്തായാലും മുന്നോട്ട് പോയി നോക്കാം. മെട്രോയിൽ കയറിക്കൊണ്ട് നമുക്ക് ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്യാം. എവിടേക്കാണ് പോകുന്നതെന്നും ഒരു ഐഡിയ ഇല്ല. ഒന്നാമത് എനിക്ക് കോൾഡ് പിടിച്ച് സുഖമില്ലാത്തതുകൊണ്ട് എൻ്റെ ആ ഒരു എനർജി അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലാണുള്ളത്. ഫ്രണ്ട് സൈഡ് അപ്പുറത്താണ് കേട്ടോ, ബാക്കിലാണ് ഞാനുള്ളത്. ബാക്കിൽ കൂടെ ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് എഗ്മോർ മെട്രോയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ കാണുന്നത്. അപ്പം എന്തായാലും പോയി നോക്കട്ടെ. പിന്നെ സബർബൻ ഉണ്ട്. സബർബനാണ് നിങ്ങൾ ഈ കാണുന്നത്, കാണുന്നത് സബർബനാണ്. എന്തേ അത് പോയി. നമുക്കെന്തായാലും മെട്രോ കയറി നോക്കാം. മെട്രോൻ്റെ കയറി വരുന്നിടത്ത് തന്നെ നമുക്കിവിടെ ഫാസ്റ്റ് ചാർജിങ് സൗകര്യം വെച്ചിട്ട് വെഹിക്കിൾസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജിങ് സ്പോട്ടുണ്ട്.
ആലന്തൂർ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇതിന് വേറെന്തോ വലിയ എന്തോ പേരുണ്ട്. ആലന്തൂർ മെട്രോ സ്റ്റേഷനിൽ തൽക്കാലം അറിഞ്ഞാൽ മതി. ഇവിടുന്ന് കാണുന്ന കാഴ്ചകൾ കാണിച്ചു തരാം. എനിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടുത്തെ നാട് മൊത്തം നടന്നു. പക്ഷേ എനിക്ക് എവിടെയും കാണുന്നില്ല. പക്ഷേ പോകുന്ന വഴിക്ക് നല്ല ചൂട്, വെയിലാണ്. മെഡിക്കൽ ഷോപ്പ് കണ്ട 2 ഷോപ്പിലും ഞാൻ പറഞ്ഞ മെഡിസിൻ ഇല്ല. അപ്പം നല്ല തിരക്കുണ്ട്. ടൗണെല്ലാം നല്ല വൈബാണ്. ഞാനങ്ങനെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെല്ലാം കടന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇവിടെ സബർബൻ സ്റ്റേഷൻസ് കാണാൻ തുടങ്ങി. അപ്പം ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് കുറച്ച് ദൂരമുള്ളതുകൊണ്ട് സബർബൻ എടുത്താലോ എന്ന് വിചാരിക്കാം. അതെങ്ങനെ പോകണം, എങ്ങനെ എടുക്കണം എന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം. പോവാം. ഒന്നുമില്ല, സാധാരണ നമ്മൾ എങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുന്നോ അതേപോലെ തന്നെ ഒന്നുകിൽ ടിക്കറ്റ് വെൻഡിങ് മെഷീനിൽ ഇതേപോലത്തെ ടിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ സാധാരണ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് തരും. അപ്പോൾ 5 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ടിക്കറ്റും എടുത്തിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്, ഞാൻ കയറിയിട്ടുണ്ട്. ചെന്നൈ ബീച്ചിലേക്ക് പോകുന്ന സബർബനാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. മുംബൈയിലും ഇതേപോലെ ഉണ്ടായിരുന്നു. മുംബൈയിലുള്ളതിൽ ഞാൻ പണ്ട് കയറിയതാണ്. എനിക്ക് ഓർമ്മയില്ലാത്ത ഏതോ കാലത്ത് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ചെന്നൈയിലാണ് കയറുന്നത്. ഇലക്ട്രിക്കാണ് കേട്ടോ അത്. ചെന്നൈ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കവിടെ ചെന്നൈ പോർട്ടിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാം. അങ്ങനെ ചെന്നൈ ബീച്ച് സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മളിനി ഇവിടെ അത്തോ എന്ന് പറഞ്ഞ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ബർമീസ് ഫുഡാണ്. അപ്പോൾ സ്പെഷ്യൽ സാധനം ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് നിരഞ്ജൻ എന്നോട് ഇവിടെ വന്നിട്ടാകുമ്പം ഉറപ്പായിട്ടും കഴിക്കണമെന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അതുകൊണ്ട് അത് തേടിയിട്ട് ഞാൻ പോവുകയാണ്. ചെന്നൈ ബീച്ചിലൊരു ഷോപ്പ് കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടു. നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ നടന്ന് ഈ പറഞ്ഞ അത്തോ കിട്ടുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ആണ് ആ ഒരു പ്ലേറ്റ് കൊടുക്കുക. സാപ്പിടുക. ഇത് ഇവർ ഒരു പ്ലേറ്റ് ആക്കിയിട്ടാണ് ഇവർ തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സാധനം. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ പിടിച്ചിട്ടും നടന്നിട്ടും എല്ലാം ഞാൻ അങ്ങ് ദൂരേന്നേ വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അത്തോ എന്ന് പറയുന്ന ഡിഷ്. ഈ സാധനം തിന്നാണ്. ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഒരു നൂഡിൽസിൻ്റെ ടേസ്റ്റാണ്, പക്ഷേ വേറെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് മട്ടൺ സൂപ്പും വരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ മട്ടൺ സൂപ്പിന് പകരം ഈ ഉണ്ണിക്കാമ്പ് കൊണ്ടുള്ള, അതായത് ബനാന സ്റ്റമ്മ് കൊണ്ടുള്ള സൂപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് ഇവിടെ വിൽക്കുന്ന ആത്തോ എന്ന് പറയുന്ന സാധനം. അതിൻ്റെ മെനു കാർഡ് ഇതാണ് വരുന്നത്. ഇവർ 2017 പേപ്പറിനകത്തൊക്കെ വന്ന അത്ര ഫേമസ് ആയ ആൾക്കാരാണ് അത്ര. ഇപ്പം വെജ് ആത്തോ, പിന്നെ 1/2 പോർഷനായിട്ടും, പിന്നെ മൊഹിങ്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം, പിന്നെ വെജ് പാങ്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം, പെജോ സൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം, പ്ലാന്റെയിൻ പിച്ച് സൂപ്പ് എന്ന് പറഞ്ഞൊരു ഐറ്റം. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അതിനൊരു പപ്പടം പോലത്തെ സാധനം കിട്ടുന്നുണ്ട്. ആ പപ്പടം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് കഴിച്ചിട്ട് എനിക്കാകെ വയർ ഫുള്ളായിപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഇതിന് ബാക്കി വന്നിട്ടുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് വയർ ഫുള്ളായതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നില്ല, ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ആൾ. അപ്പം മൂപ്പര ഫോട്ടോ എല്ലാവരുടെയും ഉള്ളത്. അങ്ങനെ സൂപ്പിൻ്റെ അകത്ത് മെയിനായിട്ട് ഈ ഉണ്ണിക്കാമ്പിൻ്റെ സൂപ്പാണ് ഇവരുണ്ടാക്കുന്നത്. പിന്നെ മട്ടൺ സൂപ്പ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു, പക്ഷേ ഇവിടെ കാണുന്നില്ല. അതിൻ്റെ അകത്ത് ഫ്രൈഡ് അത്തോ, പിന്നെ ചിക്കൻ ഫ്രൈഡ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ചിക്കൻ ഐറ്റംസാണ് കാണുന്നത്. പിന്നെ എഗ് ഐറ്റംസ്. ഇവിടെ കാണുന്ന ഈ എഗ്ഗിൻ്റെ ഈ ഒരു ഐറ്റം ഇങ്ങനെ കീറിയിട്ട് മസാല ഇടുന്ന ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ കാണുന്നത്. അവിടെയുള്ള സാധനത്തിൻ്റെ പേരും ചിത്രങ്ങളും. ആത്തോ ചപ്പാത്തി എന്നാണ് ഈ പപ്പടത്തിന് പറയുക കേട്ടോ. അത് ചപ്പാത്തിയാണ് അത്രേ. ഈ സ്ട്രീറ്റ് ഫുഡ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ
ഇവിടുത്തെ ചെന്നൈ മെയിൻ പോസ്റ്റ് ഓഫീസിൻ്റെ കറക്റ്റ് ബാക്കിലായിട്ടാണ് വരിക. ഇതാണ് ചെന്നൈ മെയിൻ പോസ്റ്റ് ഓഫീസ്, ഇതാണ് ചെന്നൈ കോടതി. ആ ഒരു സാധനം നേരത്തെ തന്നത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, 80 രൂപയ്ക്ക് കുറേ ഉണ്ട്. അപ്പോൾ അത് തിന്ന് തീർക്കാൻ പറ്റുന്നില്ല. വലിയ ടൈപ്പ് നൂഡിൽസ് പോലത്തെ ഒരു സാധനം. അപ്പം ഞാനിതാ ഇവിടെ എന്താ പറയുക, ഇന്ത്യ പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലുള്ളത്, ചെന്നൈയിലുള്ള ചെന്നൈ മെയിൻ പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ ചെന്നൈ സെൻട്രലിലുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞാനത് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് എഗ്മോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 5 രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഡയറക്റ്റ് സബർബൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ഇതിനെ നടന്നിട്ടും മെട്രോ പിടിച്ചിട്ടും വെറുതെ ഓടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നേരെ സബർബൻ എടുത്തു. ഇനിയിപ്പോൾ ഇത് പോകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഇനിയിപ്പം എന്താ ചെയ്യുക, നേരെ എഗ്മോറിൽ പോകുന്നു. എഗ്മോറിൽ നിന്ന് ഡയറക്റ്റ് വീട്ടിലേക്കുള്ള ട്രെയിൻ പിടിക്കുന്നു. സ്വസ്ഥമായി വീട്ടിൽ പോയി കിടന്നുറങ്ങണം. അങ്ങനെ നെക്ലേസ് ക്ലിപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ഇത്. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ഞാൻ പിന്നെയും എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് കണ്ണൻ ചേട്ടൻ, അതേപോലെ അഡ്വക്കേറ്റ് ഇക്ബാൽ സാറ്, അതേപോലെ വളരെ അധികം അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ള ആശിഷ് സാറും ഷർമിള മാമും. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദി. അപ്പം ഈ വീഡിയോ എല്ലാം മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിച്ച ആൾക്കാരുടെ പേരാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തരം ആൾക്കാരും വേറെ കുറേ പേര് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ ആൾക്കാരുടെ ഹെൽപ്പ് കൊണ്ടാണ് ഈ ഒരു യാത്ര, ഈ ഒരു സോളോ ട്രിപ്പ് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നത്. ഈ ഒരു യാത്ര ഞാൻ മനസ്സ് കണ്ട പോലെ എനിക്ക് തീർക്കാൻ പറ്റും. അപ്പം പുതിയൊരു സീരീസുമായി പുതിയൊരു വീഡിയോയുമായി ഇനി അടുത്ത പ്രാവശ്യം കാണാം. ബൈ.